Hello, welcome all. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് S block elementsന്റെ ചില peculiarities എന്തൊക്കെയാണ് metallic character 1 and 2 group elements എന്ന് പറഞ്ഞു അല്ലേ. They are metallic in character, less ionization energy and less electronegativity. Compounds, ionic, oxides and hydroxides are basic in nature. Okay, so these are the characteristics of what S block elements. List out the characteristics of S block elements and prepare a note. P block elements. Which are the group included in the P block? Less ionic. അതായത് നമ്മൾ എന്താണ് ഇലക്ട്രോൺസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. That will be less, and negativity means that also having the high potency of the valency will be less. അപ്പോൾ P blockൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാ? ആ മിഡിലുള്ളത് ഏതൊക്കെയാ? 13 ഉണ്ട്, 14, 15, then 16, middle alla last one 18 vara 17 and 18 is the noble gas. Look at the position of the second period of P block elements in the periodic table. Group number 13 to 18 vara alla element boron, carbon, nitrogen, oxygen, fluorine, neon. appo 5 boron 5 aanu. appo electronic configuration of 1s2 2p1 അല്ലേ. 1s2 2s2 അതൊക്കെ കഴിഞ്ഞു. ഇനി 2p1 1s2 ഒന്നും എഴുതില്ല. ഇറ്റ് ഈസ് അതായത് 1s2 എന്നുള്ളത് ഇറ്റ് ഈസ് എന്താണ് ഓൾറെഡി നോൺ. ഇനി നെക്സ്റ്റ് 6 ആകുമ്പോഴോ 2p2, 7 ആകുമ്പോൾ 2p3, 8 ആകുമ്പോൾ 2p4, 9 ആകുമ്പോൾ 2p5, 10 ആകുമ്പോൾ 2p6 കംപ്ലീറ്റ്. അപ്പോൾ 2p6 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇൻ വിച്ച് സബ് ഷെൽ ഡിഡ് ദ ഫില്ലിംഗ് ഓഫ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ്? ഏത് സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ചെയ്തത്? P subshell take place ചെയ്തത് അല്ലേ. 1 to 6 electrons are seen in the P subshell. 1 തൊട്ട് 6 വരെയുള്ള ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണത് നമ്മൾ കണ്ടു. P block elements start at the periodic table after 12 group. 12 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാ? 13 to 18 വരെയുള്ളതാണ് P block elements. അപ്പോൾ 12 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Can you find out the group number by adding 12 to the number of P electrons? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്പർ ഓഫ് പി ഇലക്ട്രോൺസ് അനുസരിച്ചിട്ട് ഗ്രൂപ്പ് നമ്പർ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. അത് നോക്കൂ. ഫസ്റ്റ് ബോറോൺ ആണ്. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണ് ഫില്ല് ചെയ്തത്? 2p1ലാണ്. ആ 1ന്റെ കൂടെ നമ്മൾ 12 ആഡ് ചെയ്തപ്പോൾ 13 കിട്ടി. കാരണം ആഡിങ് 12 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് ഈ പി ബ്ലോക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, 12 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് പി ബ്ലോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പി ബ്ലോക്കിലെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എത്രയാ നോക്കുക. ബോറോണിൽ 1 ആണ്. ആ 1ന്റെ കൂടെ 12 ചെയ്തപ്പോൾ 13. ഗ്രൂപ്പ് നമ്പർ 13 ആണ്. കാർബൺ ആണെങ്കിൽ 6, നൈട്രജൻ ആണ് ഇനി എടുത്തിരിക്കുന്നത്. നൈട്രജൻ ആവുമ്പോൾ ലാസ്റ്റ് എത്രയാ വന്നിരിക്കുന്നത് നോക്കിയേ. 3 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. 3. ഓക്കെ, അപ്പോൾ 12 + 3 എന്ന് പറയുമ്പോൾ 15. ദാറ്റ് ഈസ് റൈറ്റ്, 15. ക്ലിയർ? നെക്സ്റ്റ് നിയോൺ 10 അല്ലേ. അപ്പോൾ നിയോൺ എവിടെ എടുത്തു? നിയോൺ 10. ലാസ്റ്റ് പിയിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 6 ആണ് ലാസ്റ്റ് പിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതുക? 6 എഴുതുക. ഇവിടെയോ 12 ആഡ് ചെയ്തു. സോ ഹിയർ 18. outermost shell wise electronic configuration of element Y. Simply it is not real. അത് റിയൽ അല്ല. 3s2 3p4 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ കറക്റ്റ് അല്ല. 3s2 3p4 എന്നാണ് തന്നിരിക്കുക. To which period and group does the element belong to? അപ്പോൾ ആ എലമെന്റ് ഏത് ഇതിലേക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. തേർഡ് ഗ്രൂപ്പാണ്. പീരീഡ് എന്ന് പറയുമ്പോൾ ഏതാ? ഏത് പീരീഡിലേക്കാണ് അത്? തേർഡ് പീരീഡിലേക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് പറയുമ്പോൾ ഓക്കെ, ഗ്രൂപ്പ് ഏതിലേക്കാ? 4 ആണ് അല്ലേ. ഇവിടെ 4. സോ 12 + 4 ഇറ്റ് ഈസ് 16. ഇവിടെ എന്താ ഇത്? 12 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലേക്കാണ് ഫില്ല് ചെയ്തത്? 3p4. 3 അല്ലേ അതിലുള്ളത്? 3 ഷെല്ല്. ആ 3 ഷെൽ എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ പീരീഡ് നമ്പർ 3. ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴോ 12. എങ്ങനെയാ? 12ന്റെ കൂടെ ആ പിയുടെ മുകളിലുള്ള ഇലക്ട്രോൺസ് എത്രയാ? 4. 12 കൂടെ 4 ചെയ്തപ്പോൾ 16. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 16. Write down the outermost electronic subshell electronic configuration of the element coming just below in the same group.
അപ്പോൾ എങ്ങനെ എഴുതുക? 4s 2 then 4p അല്ലേ? 4s 2ഉം 4p 4ഉം. Similarity in the electronic configuration of the elements. See the position of the periodic table which contain p block elements. അപ്പോൾ p block elements contain ചെയ്ത് periodic table നോക്കുക. Metals, aluminum, gallium, indium, thallium. Okay, പിന്നെ non metals, boron, carbon, nitrogen, oxygen, fluorine. Metalloids, silicon, germanium, tellurium, polonium, noble gas, helium, neon, argon, krypton, xenon, random, orgatum. I think so. As evident from the figure, elements representing different classes are included in this picture. Elements എന്തൊക്കെയാണ്? Solid phase, liquid, gaseous state at room temperature also included in this block. Find out examples of elements in different states. Solid, liquid, gas form അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എഴുതുക solid. അപ്പോൾ ഇതിൽ സോളിഡിൽ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാ? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം. ലിക്വിഡ് ആണെങ്കിലോ ബ്രോമിൻ. ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ, ഹീലിയം, നിയോൺ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. Okay, p block element usually show higher ionization energy than s block elements. Has the highest energy in the period, in each period. Think on the basic electronic configuration. Group 18 elements. Period 1 helium, period 2 neon, period 3 argon. So coming to the next portion, the element having the highest electronegativity in its p block. That is, electronegativity means having the tendency to accept the paired electrons. Pair ആയിട്ടുള്ള electrons accept ചെയ്യുന്നതാണ് electronegativity. അപ്പോൾ ഇതിൽ find its name and position. p ബ്ലോക്കിലുള്ള എലമെന്റിൽ electronegativity ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതലുള്ളത്. Okay, so you can write here as fluorine. Then its symbol is F, capital F. Fluorine, capital F, belong to p block. Okay, and group number is 17. p block group number, group is 17. Analyze the generic characteristic of p block elements and prepare a note on this. Complete the table. X and Y are not real symbols. So element X, Y just അവർ കൊടുത്തിരിക്കുകയാണ് ഒരു element X ഉം Y എന്നുള്ളത്. Outermost electronic configuration. അപ്പോൾ last electronic configuration എന്ന് പറയുന്നത് 3s2 ആണ്. 1s2, 2s2, 2p6, 3s2. Okay, complete subshell electronic configuration പറയുമ്പോൾ നമ്മൾ അത് എഴുതുക. 1s, 2s, 2p, then 3s. 3s 2 വരെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഫിൽ ചെയ്യാം. 1s 2, 2s 2, 2p ആവുമ്പോഴോ 6. അത് കഴിഞ്ഞിട്ടാണ് 3s 2 വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ എന്താ പറയുക? അറ്റോമിക് നമ്പർ സെറ്റ്. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 പ്ലസ് 4, 10 പ്ലസ് 2, 12. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറ്റോമിക് നമ്പർ 12 എന്ന് കിട്ടി അല്ലേ? 12 ആവുമ്പോൾ ഏത് പീരീഡിലാണ് ഉണ്ടാവുക? പീരീഡ് മീൻസ് തേർഡ് പീരീഡിലാണ് ഇത് ഉള്ളത്. ഓക്കെ, സോ വി ക്യാൻ സീ ദ പീരിയോഡിക് ടേബിൾ. ഇപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? 12 ആണ് അറ്റോമിക് നമ്പർ അല്ലേ? 12 is the atomic number, that is magnesium. It belongs to the third period. Group ആണെങ്കിലോ സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ, ഹൈഡ്രജൻ, ബെറിലിയം പറയുമ്പോൾ ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, അപ്പോൾ ഇത് തേർഡ് ഗ്രൂപ്പ്. ഓക്കെ, ബ്ലോക്ക് ആണെങ്കിലോ ഫസ്റ്റ് ബ്ലോക്ക് തന്നെ, അപ്പോൾ എസ് ബ്ലോക്ക്. അപ്പോൾ പീരിയോഡിക് ടേബിള് കയ്യിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഇതിൽ ഏതാ എഴുതുക? സെക്കൻഡ് ഗ്രൂപ്പാണ്. പിന്നെ ബ്ലോക്കോ എസ് ബ്ലോക്ക്. ഓക്കെ, എസ് ബ്ലോക്ക്.
അതായത് എക്സ് എന്നൊരു എലമെന്റ് തന്നപ്പോൾ അതിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 1s2 2s2 2p6 3s2. അറ്റോമിക് നമ്പർ എത്രയാ? 12 ആണ് അറ്റോമിക് നമ്പർ കിട്ടിയത്. ഇതിൽ പീരീഡ് എന്ന് പറയുന്നത് തേർഡ് പീരീഡും ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ്, ദെൻ ബ്ലോക്ക് ആണെങ്കിൽ എസ് ബ്ലോക്ക്. വിച്ച് എലമെന്റ് ഹാസ് എ വാലൻസി? നെക്സ്റ്റ് y 3s2 3p5 തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാം. 1s 2s 2p, after that 3s 3p അല്ലെ. ഇനി ഇതിലുള്ള ബാക്കി ഇത് ഫില്ല് ചെയ്യാം. One s 2, 2s 2, 2p 6. അതൊക്കെ ഫില്ല് ചെയ്തിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ. 3s 2. പിന്നെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3p5 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 3p5. അപ്പൊ അറ്റോമിക് നമ്പർ എത്രയായി? 3 ആവുമ്പോൾ 10, 12, 17. So 17 is the atomic number which belongs to third group. തേർഡ് ഗ്രൂപ്പിൽ തന്നെ ബിലോങ് ചെയ്യണത്. തേർഡ് പീരീഡിൽ ബിലോങ് ചെയ്യും. ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് 17 പി ബ്ലോക്ക്. ഓക്കെ, സോ വി ക്യാൻ സീ ഹിയർ. Ten, 16, 17 chlorine. So it belongs to the P block. And period is 3. Third period. Okay, 1, 2, 3. Third period. Third period lana belong ചെയ്തിരിക്കുന്നത്. Group ആണെങ്കിലോ 17. This one is 18. So coming to the next portion. Which element has a valency 1? ഇപ്പോൾ valency 1 ഉള്ളത് ഏത് എലമെന്റിനാണ്? y നാണ് വാലൻസി 1 ഉള്ളത് അല്ലെ. എക്സിന് വാലൻസി ഉണ്ടോ? വാലൻസി 1 ആയിട്ടുണ്ടോ? ഇല്ല. y നാണ് വാലൻസി. വിച്ച് എലമെന്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടർ? എസ് ബ്ലോക്ക് എലമെന്റ്സിനാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ. അപ്പൊ എക്സ്. വിച്ച് എലമെന്റ് ഹാസ് അയണൈസേഷൻ എനർജി? y. They are having the valency, so it is showing the ionization property. Write the chemical formula of the compound formed by the combination of x and y and label the oxidation state. X, Y. Then X, Y. X ആവുമ്പോൾ +2, Y ആവുമ്പോഴോ Y -1. D block elements. Where is the position of D block element in the periodic table? It is in the middle. It is in the middle. From which period onwards the D block begin? അപ്പോൾ ഏത് പീരീഡ് തൊട്ടാണ് D block belong ചെയ്യണത്? Here it is. അപ്പോൾ ഏത് തൊട്ടാണ് D block belong ചെയ്യണത് വെച്ചാൽ 3 to 12. 3 തൊട്ട് 12 വരെ. D block element in the fourth period are given in the table below. Electronic configuration of the last two shells 3d and 4s are given in the table. അപ്പോൾ ഗ്രൂപ്പ് തേർഡ് തൊട്ട് എത്ര വരെയാ? 12 വരെ അല്ലെ. എലമെന്റ് ആണെങ്കിലോ 21. സ്കാൻഡിയം 21 ആണുള്ളത്. അപ്പോൾ 1s2 2s2 2p6 വരെ കഴിഞ്ഞു. 3s2 3p6. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് 3d1ഉം 4s2ഉം. ഓക്കെ, 3d1ഉം 4s2ഉം. ഇനി 22 ആവുമ്പോൾ ടൈറ്റാനിയത്തിനാണെങ്കിലോ 3d2ഉം. അപ്പോൾ ഇത് ഫില്ലിങ് എങ്ങനെയാ? 3d1 4s അല്ലെ. 3d കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? 4s ആണ്. 3p 4s 3d. ഓക്കെ, 3d കഴിഞ്ഞിട്ട് 4s. അപ്പോൾ അതിൽ 1ഉം ഇതിൽ 2 ഇലക്ട്രോൺസ്. Then 22 that is titanium. അപ്പോൾ ടൈറ്റാനിയം 22 ആവുമ്പോൾ 3d2 4s
3D2, 4S2. തൊട്ടപ്പുറത്ത് അപ്പോൾ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്തു. 23 ആകുമ്പോൾ 3D3, 24 3D5, 25 3D6. അപ്പോൾ 3D6 എന്ന് എഴുതണില്ല, കാരണം എന്താ 3D5 4S2. 26 ആകുമ്പോൾ 3D6 4S2. ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഓർഡറിൽ എഴുതിയാൽ മതി. 1S 2S 2P, 3S 3P 4S, 3D 4P 5S, 4D 5P 6S. Like that it go on. അപ്പോൾ അടുത്ത 27 ആകുമ്പോൾ 3D7 4S2, 10 ആകുമ്പോഴോ 3D8 4S2, 11 ആകുമ്പോൾ 3D10 4S1, 12 ആകുമ്പോൾ 30, that is 3D10 4S2. Is there any relationship between the group number and the total number of electrons present in the 3D and 4S subshells? The group number of D block element will be the same as the sum of electron in the outermost S shell and the number of electrons in the preceding D shell. അതായത് group number will be the same as the sum of electrons in the outermost S shell and number of electrons in the preceding D shell. കണ്ടില്ലേ? ഇപ്പോൾ 2 + 1 3, 2 + 2 4, 2 + 3 5, 5 + 1 6. അതായത് ഇതെന്താ പറയണതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയണത് ഈ എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് ഈസ് ഈ സ്കാൻഡി ആണെങ്കിൽ 3D1 4S2. അപ്പോൾ outermost configuration means 1 + 2, that is 3. അതാണ് ഈ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് outermost electron and the preceding electron. The elements zinc, cadmium, mercury, which belong to the 12 group, do not show common characteristic of transition elements. Hence, they are known as pseudo transition elements. Transition elements property കാണിക്കാത്തതുകൊണ്ട് ഏതൊക്കെ elements ആ? സിങ്കും കാഡ്മിയവും മെർക്കുറിയും. അതായത് ഗ്രൂപ്പിൽ 12th ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്ന സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ഒരു ട്രാൻസിഷൻ പ്രോപ്പർട്ടി കാണിക്കാത്തതുകൊണ്ട് അവരെന്താ പറയുന്നത്? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. Characteristic of D block elements. D block elements are those in which the last electron is filled in the D subshell or the penultimate shell. They are also known as transition elements. അപ്പോൾ ഇതിൽ കണ്ടില്ലേ എല്ലാം D block ആണ്. അപ്പോൾ എല്ലാത്തിലും എന്തുണ്ട്? D is present there. ഓക്കെ, അപ്പോൾ those last electron ഏതിൽ ഫിൽ ആയിരിക്കും? D blockൽ ഫിൽ ആയിരിക്കും, D subshell ഫിൽ. ഓക്കെ, which are applicable to D block elements. So put the tick mark to the statement given below which are applicable to D block element. D block elements applicable ആയിട്ടുള്ളതിന് ടിക്ക് മാർക്ക് ഇടുക. They are metals. എല്ലാം എന്താണ്? D block elements എല്ലാം എന്ത് തന്നെയാണ്? Metals ആണ് അല്ലേ? The last electron it is filled in the penultimate shell. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് എന്താണ്? D block elementsൽ ഏറ്റവും ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺസ് എവിടെയായിരിക്കും? D subshell ആയിരിക്കും ഫിൽ ആയിരിക്കുന്നത്. They are found in the group between 3 to 12 of the periodic table. 3 to 12 ഉള്ള periodic table ആണ് D block elements belong ചെയ്ത് ഇത് എസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. You have already learned that respective representative elements which belong to S and P groups show similarity in the respective groups. This is because the elements of the same group have the same number of electrons in the outermost shell. അതായത് ഒരേ ഗ്രൂപ്പ് elements of the same group have the same number of electrons. അല്ലെ, ഒരേ ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റ്സിന് എന്തായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെല്ല് സെയിം ആയിരിക്കും. ഒരേ ഗ്രൂപ്പിന്റെ കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അനലൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 3D and 4S subshells of D block element in the fourth period. What is the specialty of the number of electrons present in the outermost 4S subshell? Transition elements show similarity in periods. Likewise, it can be inferred that there will be similarity in the outermost electronic configuration in succeeding periods also. Write the subshell electronic configuration of element which come just below scandium. Scandium, it is having the atomic number 21. So just below it is 20. So when we are writing about the electronic configuration, here it is 4D and 5S. So 20 we have to fill. അല്ലേ, 20 ആണ് നമുക്ക് ഫിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ എഴുതാം, ബാക്കിയുള്ളത് എഴുതാം. എന്താണ്? 1S, 2S, 2P, 3S, 3P, 4S, 4S, then 3D, 4P, 4P, 5S, 4D or 4D, 5S.
4D, 5S. Okay, up to here it is 10. അല്ലേ? അപ്പോൾ ഇവിടെ 2S, 2, 2P, 6. 2P6, 3S2, 3P6. So just below scandium it is given. Up 2S2, 2P6, then 4S, 2, 3D, 10, 4P6, 4P6. After that 4D and 5S. So 4D, 5S, 2. 4D. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 39. അപ്പോൾ 39 അറ്റോമിക് നമ്പർ ആണ് ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഈസ് 10, 20, 30, 36, 37, 38. So it is 3D, it is 1. 3D പറയുന്നത് 1 ആണ്. കാരണം ഇട്രിയം ആണ് ഇവിടുത്തെ ഏതാ? Yttrium is the element that is just below the scandium. Outermost electronic configuration or transition elements are generally the same in a group and also along a period. അപ്പോൾ outermost electronic configuration എന്തായിരിക്കും? ഗ്രൂപ്പിലും പീരീഡിലും സെയിം ആയിരിക്കും. They show similarity in property not only in group, periodsലും അവർ ഷോ ചെയ്യും. Oxidation state of d block elements. You know that the valency of number of electrons lost or gained or shared by atoms during chemical bond formation. This concept of oxidation state is also known to you. അതായത് വാലൻസി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുക. എന്തിൻ്റെ സമയത്ത്? കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ്റെ സമയത്ത് ചില ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും, ചിലത് ഗെയിൻ ചെയ്യും. ആ കൺസെപ്റ്റാണ് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലുക്ക് അറ്റ് ദ നെയിംസ് ആൻഡ് കെമിക്കൽ ഫോർമുല. ഫെറസ് FeCl2, ഫെറിക് FeCl3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് -1. So the oxidation state of Fe in the compounds and complete the table. So ferrous it is being represented as FeCl2. Okay, ferrous it is represented as FeCl2 and ferric as FeCl3. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫെറിക് ആൻഡ് ഫെറസ് അല്ലേ? ഫെറസ് ആകുമ്പോൾ FeCl2, ഫെറിക് ആകുമ്പോൾ FeCl3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, കോമ്പൗണ്ട് FeCl2ൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഇപ്പോൾ Cl2 അത് -1 ആണ്. അപ്പോൾ -2 ആകുമ്പോൾ ഇവിടെ +2. ഓക്കെ, ഇത് Cl എന്ത് തന്നെയാണ്? -1. മുകളിൽ നമ്മൾ -1 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ക്ലോറിനിൽ Cl -1, Fe +3. Symbol of Fe ions is +3. When d block element undergo chemical reaction along with the electrons in the outermost shell, electrons in the penultimate. അപ്പോൾ d block element chemical reaction നടത്തുമ്പോൾ എന്താണ്? Electrons in the outermost shell, electrons in the penultimate d subshell also take part. d subshellum അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. d block element are not lost in the same order as they are filled up. The electrons are lost from the outermost S subshell first. അപ്പോൾ electrons ഏതാണ്? S subshellലാണ് ആദ്യം ഫിൽ ആവുന്നത് അല്ലേ? ഇലക്ട്രോൺസ് ലോസ് ആവണത്. ഇലക്ട്രോൺസ് ഏതിൽ നിന്നാണ് പോകുന്നത്? ലോസ് ഫ്രം ദ ഔട്ടർമോസ്റ്റ് S subshell. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അയൺ Fe26 പറയുമ്പോൾ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 2P6 കഴിഞ്ഞ് 3S2, 3P6, 3D6, 4S2. Fe ചേഞ്ച് ടു Fe2+. Fe എങ്ങനെ Fe2+? ഡൊണേറ്റ് ചെയ്തിട്ടാണ് Fe2+ ആവുക. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.